ആയുർ സൗഖ്യത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ശാലോം പ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ പേര് സിസ്റ്റർ ഡോക്ടർ ഓസ്റ്റിൻ. ഞാൻ അമല ആയുർവേദ ആശുപത്രിയിൽ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനായിട്ട് ജോലി ചെയ്യുന്നു. ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരോഗ്യത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മൾ ശാരീരിക ആരോഗ്യത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാനസിക ആരോഗ്യവും അതുപോലെ തന്നെ ആത്മീയ ആരോഗ്യവും. ഈ മൂന്ന് വിഷയങ്ങളെക്കുറിച്ചും ആയുർവേദ ശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. കാരണം ചികിത്സ എന്ന ആ ഒരു നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ യുക്തിവ്യപാശ്രയ ചികിത്സ, സത്വാപചയ ചികിത്സ, ദൈവവ്യപാശ്രയ ചികിത്സ എന്നീ മൂന്ന് ചികിത്സാ രീതികളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് ആത്മാവിനും മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് എന്നുള്ളതാണ് ആയുർവേദ ശാസ്ത്രം പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന വിഷയം അസ്ഥിക്ഷയമാണ്, ഓസ്റ്റിയോപൊറോസിസ്. അപ്പോൾ അസ്ഥികൾ എങ്ങനെ പരിപാലിക്കണം എന്നതിനെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും അത് ശാരീരികമായിട്ട് ബന്ധം വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആഹാരമുണ്ട്, പാനീയമുണ്ട്, വ്യായാമങ്ങളുണ്ട്, അതുപോലെ ജീവിതചര്യകളുണ്ട്. അങ്ങനെ നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങൾ, പഥ്യാഹാരങ്ങൾ, അപഥ്യാഹാരങ്ങൾ, എന്ത് കഴിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശാരീരികമായിട്ട് നമ്മൾ ശരീരക്രമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ ശരീരത്തിലെ എല്ലുകൾ, അസ്ഥിക്ഷയം എന്നതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. അതിൻ്റെ പേര് നമ്മൾ പറയുന്നത് ഓസ്റ്റിയോപൊറോസിസ് എന്നാണ്. അതായത് അസ്ഥിയിൽ പോഴ്സ്, അതായത് സുഷിരങ്ങൾ വീഴുക എന്ന് പച്ച മലയാളത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ് ഈ അസ്ഥികൾ? ശരീരത്തെ താങ്ങി നിർത്തുന്ന ചട്ടക്കൂട് ഉണ്ടാക്കിയിരിക്കുന്നത് അസ്ഥികളിലാണ്. അസ്ഥികളിലൂടെയാണ് നമ്മൾക്ക് എഴുന്നേറ്റ് നിൽക്കാനും പ്രവർത്തിക്കാനും മൂവ് ചെയ്യാനൊക്കെ സാധിക്കുന്നത്. അസ്ഥികളുടെ സഹായം വേണം നമുക്ക്. ഈ അസ്ഥികളിലെ ഒരു പ്രധാന കോമ്പണൻറ്റ് അല്ലെങ്കിൽ പ്രധാന ഒരു ഐറ്റം എന്ന് പറയുന്നത് എന്താണ്? കാൽസ്യമാണ്. അതുമാത്രമല്ല മറ്റ് മിനറൽസ്, മഗ്നീഷ്യം, ഫോസ്ഫേറ്റ്, അങ്ങനെ മറ്റ് മിനറൽസും ധാതുക്കളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. കൊളാജൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ് ഈ എല്ലിന് ചട്ടക്കൂടും ഘടനയൊക്കെ നൽകുന്നത്. അപ്പോൾ ഈ എല്ലുകളുടെ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ കാൽസ്യം പോലുള്ള ഒരു മിനറൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പല ആന്തരിക അവയവങ്ങളെയും പ്രവർത്തിക്കാനായിട്ട് ആവശ്യമാണ് കാൽസ്യം. ഈ കാൽസ്യത്തിൻ്റെ ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു നിക്ഷേപമായിട്ട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ എല്ലുകളിലാണ്. അപ്പോൾ നമ്മുടെ എല്ലുകളെ സംരക്ഷിക്കേണ്ടത് സ്ഥിരമായ വ്യായാമത്തിലൂടെയും ഭക്ഷണക്രമത്തിലൂടെയും എല്ലാം നമ്മുടെ എല്ലുകളെ സംരക്ഷിക്കേണ്ടത് എന്തുകൊണ്ടും നമ്മുടെ അസ്ഥികളുടെ സംരക്ഷണത്തിന് ആവശ്യമാണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇനി എന്താണ് ഈ അസ്ഥി, നമ്മുടെ ശരീരത്തിലെ അസ്ഥിയും ആഹാരക്രമവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാം നമ്മുടെ അസ്ഥിയിൽ 90% കൂടുതൽ കാൽസ്യമാണ്. അപ്പോൾ കാൽസ്യം എന്തിലാണ് അടങ്ങിയിരിക്കുന്നത്? പാലുൽപ്പന്നങ്ങളിലുമാണ് കാൽസ്യം പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്നത്. മറ്റ് ബദാം, മറ്റ് പല കാര്യങ്ങളുണ്ട്, മറ്റ് ഫ്രൂട്ട്സുകൾ, ചില ഫ്രൂട്ട്സ്, ഈത്തപ്പഴത്തിലൊക്കെ നമ്മൾ കാൽസ്യം ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും മെയിനായിട്ട് പാലുൽപ്പന്നങ്ങളിലുമാണ് കാൽസ്യത്തിൻ്റെ അതിൻ്റെ സോഴ്സായിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ വൈറ്റമിൻ ഡി വേണം. ഈ വൈറ്റമിൻ ഏതിലാണ് അടങ്ങിയിരിക്കുന്നത്? വൈറ്റമിൻ ഡി വെയിലിലാണ്, സൂര്യപ്രകാശത്തിലാണ് വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്നത്. ഇപ്പം നമ്മളിങ്ങനെ സൂര്യപ്രകാശം കൊള്ളാതെ നമ്മൾ ഇപ്പോഴത്തെ ഒരു രീതിയിൽ പ്രൊഫഷണൽസായിട്ട് നമ്മൾ പുറത്തിറങ്ങാതെ വെയിൽ കൊള്ളാതെ അല്പം വെയിൽ വരുമ്പോൾ കുട ചൂടുന്ന അവസ്ഥകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അസ്ഥികളുടെ ആരോഗ്യം വളരെയധികം ക്ഷയിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കുറച്ച് വ്യായാമവും കുറച്ച് സൂര്യപ്രകാശവും പതുക്കെ ഈവനിങ്ങിലൊക്കെ അധികം റിക്ഷയൊക്കെ വിളിക്കാതെ കുറച്ച് നമ്മൾ മൂവ്മെൻറ്റ് നമ്മൾ നടന്ന് തന്നെയൊക്കെ പോയി ശീലിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ആരോഗ്യത്തിനെ പ്രതിയാണ്, നമ്മുടെ സ്റ്റാൻഡേർഡിനെ പ്രതിയല്ല, നമ്മുടെ ആരോഗ്യത്തെ പ്രതി ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായി തീർന്നിരിക്കുകയാണ്. ഇനി നമ്മുടെ അസ്ഥി ആരോഗ്യത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളുണ്ട്. അതൊന്ന് ജനറ്റിക് റീസണാണ്. നമ്മുടെ പേരൻസിന് നല്ലൊരു ബോൺസ് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ, അസ്ഥി ആരോഗ്യം ഉണ്ടെങ്കിൽ അത് മക്കൾക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് പാരമ്പര്യമായിട്ട് വരുന്നു.
ജനറ്റിക് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിതക കാരണങ്ങൾ, മറ്റേത് ഹെറിഡിറ്ററി കാരണങ്ങളാണ്. അപ്പോൾ ഈ ജനറ്റിക്കായിട്ട് നമുക്ക് അസ്ഥി വൈകല്യങ്ങളുണ്ടെങ്കിൽ ഓസ്റ്റിയോമൈലേഷ്യ അങ്ങനെയൊക്കെ പറഞ്ഞ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ അസ്ഥിയുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. പ്രായം ഇതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് കൂടുന്തോറും നമുക്കിടെ അസ്ഥിയുടെ ബലം കുറയും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എന്ന് പറയുന്നത് സെക്സ്, ഫീമെയിൽസ് ആർത്തവവിരാമം സംഭവിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ആർത്തവിരാമത്തോടുകൂടി കാൽസ്യത്തിൻ്റെ എബ്സോർഷൻ, ആഗിരണം കുറയും. അത് അതിൻ്റെ നമ്മൾ PMS, പോസ്റ്റ് മെനോപോസൽ സിൻഡ്രോമിൽ നമ്മളത് പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാൽസ്യത്തിൻ്റെ ഈസ്ട്രജൻ കുറയുമ്പോൾ കാൽസ്യത്തിൻ്റെ അബ്സോർഷൻ കുറയും, ആഗിരണം കുറയും. അപ്പോൾ അത് അസ്ഥിയുടെ ക്ഷയത്തെ കാരണമാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് ശരീരത്തിന് തടി കുറഞ്ഞ ആൾക്കാർക്ക് എല്ലിന് ബലം കുറയുമെന്നാണ് പൊതുവേ നമ്മൾ പറയുന്നത്. പിന്നെ അമിത വണ്ണമുള്ള ആൾക്കാർക്കായാലും ഈ ശരീരത്തെ ഭാരം വഹിച്ചുകൊണ്ട് നമ്മൾ നടക്കണ്ടേ, അതും ഇതിനൊരു ഒരു ആരോഗ്യത്തെ നിയന്ത്രിക്കുന്ന അസ്ഥി നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാൽസ്യത്തിൻ്റെ ഡിഫിഷ്യൻസി ഒരു പരിധിവരെ അസ്ഥിയുടെ ആരോഗ്യത്തെ ബാധിക്കും. അതുകൊണ്ട് കാൽസ്യം ഇൻടേക്ക്, അങ്ങനെ അതടങ്ങിയ ആഹാരങ്ങൾ, ഉൽപ്പന്നങ്ങൾ എല്ലാം നമ്മൾ കഴിക്കേണ്ടത്, പതിവ് വ്യായാമങ്ങളും ഇതിനൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് അസ്ഥി ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും. ഇനി ഇതിൻ്റെ ഒരു സ്റ്റാറ്റിക്സിസ് നമുക്ക് എടുക്കുകയാണെങ്കിൽ 20 കോടി മനുഷ്യർക്ക് ഈ ലോകത്തിൽ മൊത്തം മനുഷ്യരെടുക്കുകയാണെങ്കിൽ 20 കോടി മനുഷ്യർക്ക് ഈ ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടെന്നാണ് പറയുന്നത്, അസ്ഥിക്ഷയം ഉണ്ടെന്നാണ് പറയുന്നത്. ബ്രിട്ടനിൽ നടത്തിയ ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഒരു ഗവേഷണ പേപ്പർ പുറത്തിറങ്ങിയതിൽ പറയുന്നത് 2 സ്ത്രീകളിൽ 1 സ്ത്രീക്ക് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടെന്ന്. എന്നാൽ പുരുഷന്മാരിലെ വെച്ച് നോക്കുമ്പോൾ അത് ഈ 5-1 പുരുഷന്മാർക്കാണുള്ളത്. സ്ത്രീകളുടെ സ്റ്റഡി ചെയ്തപ്പോഴാണ് പറഞ്ഞത് 2 സ്ത്രീകളിൽ 1 സ്ത്രീക്ക് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ട്. ഇനിയും ഇതിനെ നമ്മൾ വേറെ ഒരു പെറ്റ് നെയിമിലാണ് ഓസ്റ്റിയോപൊറോസിസ് അറിയപ്പെടുന്നത്. എന്താണ് ആ പെറ്റ് നെയിം? അസ്ഥികളുടെ നിശബ്ദ കൊലയാളി എന്നാണ് പറയുന്നത്. കാരണം എന്താണ് നിശബ്ദ കൊലയാളി എന്ന് വിളിക്കാൻ കാരണമുണ്ട്. നമ്മൾ ഈ ഓസ്റ്റിയോപൊറോസിസ് നമ്മൾ അറിയില്ല. നമ്മൾ ചെറിയ വേദന, നീർക്കെട്ട്, അവിടെ ഇവിടെ ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കും. ഇത് ഓസ്റ്റിയോപൊറോസിസിലേക്ക് കടന്നിരിക്കുകയാണ് ഞാൻ, അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ ഓസ്റ്റിയോപൊറോസിസ് ആണെന്ന് ഒരു പേഷ്യൻറ്റും അതിൻ്റെ ആരംഭത്തിൽ അത് നമ്മൾ ഡയഗ്നോസ് ചെയ്യില്ല. അപ്പോൾ രോഗി വേദനയും നീർക്കെട്ടൊക്കെ ആയിട്ട് വരും. അവർക്ക് ഓസ്റ്റിയോപൊറോസിസിൻ്റെ സ്റ്റേജിലേക്ക്, അല്ലെങ്കിൽ ഓസ്റ്റിയോപീനിയ, അതാണ് ആദ്യത്തെ സ്റ്റേജ്, അതാണ് പിന്നെ ഓസ്റ്റിയോപൊറോസിസിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് വരുമ്പോൾ നമ്മൾ പലരും അത് ഡയഗ്നോസ് ചെയ്യില്ല. രോഗി മനസ്സിലാക്കില്ല, ഡോക്ടറിനും അത് അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊക്കെ ടെസ്റ്റുകൾക്ക് നമ്മൾ വിധേയപ്പെടുത്തണം പേഷ്യൻറ്റിനെ. അതുകൊണ്ടാണ് നിശബ്ദ കൊലയാളി എന്ന് ഇതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത്. ഇനി ഇതിൻ്റെ കാരണങ്ങൾ എന്താണ്? തെറ്റായ ജീവിതശൈലി തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാൽസ്യം ഇൻടേക്കിൻ്റെ കുറവുകൾ, അങ്ങനെയുള്ള ആഹാരത്തിൻ്റെ ചിട്ടയായ ആഹാര രീതിയില്ലായ്മ, എല്ലാ കലോറി ഫുഡ് നമ്മൾ പറയില്ലേ, നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റും മാത്രം കുറച്ച് എന്തിട്ടാ പറഞ്ഞാൽ അച്ചാറ് കൂട്ടി ചോറുണ്ണ, അങ്ങനെയൊക്കെ വരുന്ന പോഷകങ്ങൾ കിട്ടണം നമ്മുടെ ശരീരത്തിലേക്ക്, മിനറൽസ് കിട്ടണം. ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ, പിന്നെ അങ്ങനെയൊക്കെയുള്ള കാൽസ്യം അടങ്ങിയ ആഹാരങ്ങൾ ഇതിനൊരു പ്രധാനപ്പെട്ട ഒരു ഇതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുറവ് ഇതിനെ ഓസ്റ്റിയോപൊറോസിസിന് കാരണമാവും. പിന്നെ നമ്മൾ പറയുന്നത് കോർട്ടിസോൺ മരുന്നിൻ്റെ അമിത ഉപയോഗം. ചെറുപ്പത്തിലെ വേറെ സീരിയസ് ആയിട്ട് അസുഖം വരുന്ന വ്യക്തികൾക്ക് നമ്മൾ കോർട്ടിസോൺ ഡോക്ടേഴ്സ് പറയും. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കോർട്ടിസോൺ കഴിക്കുന്ന വ്യക്തികൾക്ക് കാലക്രമത്തിൽ ഓസ്റ്റിയോപൊറോസിസിനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്രധാനപ്പെട്ട. പിന്നെ വ്യായാമക്കുറവ് നേരത്തെ പറഞ്ഞു, അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. കാൽസ്യം ഇൻടേക്കിൻ്റെ കുറവ് ഒരു ജനറ്റിക് റീസൺ പറയാം, ഹെറിഡിറ്ററി ഒരു കാരണമായിട്ട് പറയാം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടതിൻ്റെ കാരണങ്ങളായിട്ട് നമ്മൾ പറയുന്നത്. ഇനി ഇതിൻ്റെ സിംറ്റംസ് എന്താ പറയുന്നത്, ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു നിശബ്ദ കൊലയാളിയാണെന്ന്. പെട്ടെന്ന് പതുക്കെ വീണുള്ളൂ, എല്ല് ചിന്നി, എല്ല് പൊട്ടി, അപ്പോഴാണ് നമ്മൾ കോൺഷ്യസ് ആവുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ പറയും, വെറുതെ ഒന്നിങ്ങനെ വീണേ ഉള്ളൂ ഡോക്ടറെ. അത് നോക്കിയപ്പോൾ ഡോക്ടർ അത് എക്സാമിൻ ചെയ്തു, എക്സ്റേ എടുത്തപ്പോൾ അത് ചിന്നലുണ്ട്, പൊട്ടലുണ്ട്, അങ്ങനെ. അപ്പോൾ പെട്ടെന്നുള്ള ഈ ഫ്രാക്ചർ, അതാണ് പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു മെയിൻ കാർഡിനൽ സിംറ്റം എന്ന് പറയുന്നത്. പെട്ടെന്ന് അസ്ഥികൾ പൊട്ടിപ്പോവുക, ചെറിയൊരു വീഴ്ച പോലും. പിന്നെ നമ്മൾക്ക് നീർക്കെട്ട്, നടുവേദന, ശരീരത്തിൽ അവിടെ കടച്ചിൽ ഇവിടെ കടച്ചിൽ എന്നൊക്കെ പറഞ്ഞ കുറേ മസിൽ പെയിനുകൾ, ഇതൊക്കെ അത് റിലേറ്റഡ് വിത്ത് ഓസ്റ്റിയോപൊറോസിസ് ആണ്.
അപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇതിൻ്റെ മെയിൻ ടെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുന്നത് BMD എന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്, പിന്നെ വൈറ്റമിൻ D, കാൽസ്യം, ഇതൊക്കെ നമ്മൾ വർഷത്തിലൊരിക്കലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. വൈറ്റമിൻ D ടെസ്റ്റ് ചെയ്യാൻ ഇത്തിരി കോസ്റ്റ്ലിയാണ്, എബവ് 1000 കൂടുതൽ രൂപ കൊടുക്കണം. എന്നിരുന്നാലും നമ്മൾ വല്ലപ്പോഴും ഒരു ഏജ് ഒരു 50-55, സ്ത്രീകളിൽ 55 കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും വർഷത്തിലൊരിക്കലെങ്കിലും കാൽസ്യവും അതുപോലെ തന്നെ ഈ വൈറ്റമിൻ D ടെസ്റ്റ് നമ്മൾ ചെയ്തേ പറ്റൂ. ഇപ്പോൾ BMD എന്ന് പറയുന്നത് ബോൺ ഡെൻസിറ്റി ടെസ്റ്റ് എന്നാണ് പറയുന്നത്. BMD ബോൺ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റ്. അതായത് നമ്മളൊരു മെഷീൻ്റെ മുകളിൽ നിൽക്കും, അപ്പോൾ അതിൽ ചില റീഡിങ്ങുകളുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇവർക്ക് ഓസ്റ്റിയോപീനിയാണോ, ഇത് തുടങ്ങിയിട്ടേ ഉള്ളോ, അതോ ഇത് ഓസ്റ്റിയോപൊറോസിസിലേക്ക് കടന്നോ, അതിൻ്റെ മാർക്കിങ്സ് ഉണ്ട്. അപ്പോൾ ആ മെഷീനിൽ അതിൽ റീഡിങ്സ് വരും. അത് നോക്കിയിട്ടാണ് നമ്മൾ ഇത് പീനിയാണോ പൊറോസിസ് ആണോ ഏത് സ്റ്റേജ് ആണെന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഡയഗ്നോസ്റ്റിക് ആസ്പെക്ട്സ്. പിന്നെ നമ്മൾ ഇതിൻ്റെ കോസസ്, സിംറ്റംസ്, ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസൊക്കെ പറഞ്ഞു. ഇനിയും എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, എന്താ കൊടുക്കുന്നത്? ഇപ്പോൾ ഓസ്റ്റിയോപൊറോസിസ് ആയിട്ട് നമ്മൾ വരുന്ന രോഗികൾ, മിക്കവാറും രോഗികൾ അതിൻ്റെ ക്രോണിസിറ്റിയിലാണ് വരിക. ഭയങ്കരമായിട്ടുള്ള വേദന, നടുവേദന, കുമ്പിടാൻ പറ്റില്ല, ചെറിയ മൂമെൻറ്റ്സിൽ പോലും വേദനയുണ്ട്. അപ്പോൾ നമുക്ക് ലക്ഷണങ്ങൾ കൊണ്ട് ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടും ഓസ്റ്റിയോപൊറോസിസ് ആണെന്ന്. ഇനി നിങ്ങൾക്കൊരു സിമ്പിളായിട്ടുള്ളൊരു ടെസ്റ്റ് ഞാൻ പറയാം. വെറുതെ നമ്മുടെ ശരീരം വെറുതെ ഒരു സ്ഥലത്തൊന്ന് മുട്ട എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ സിവിയർ പെയിൻ ആയിരിക്കും. ഇത് ഓസ്റ്റിയോപൊറോസിസിൻ്റെ നമ്മൾ പുസ്തകത്തിലധികം കാണാത്തൊരു സിംറ്റമാണ്, പ്രാക്ടിക്കലായിട്ട് കണ്ടേക്കുന്നതാണ്, നമ്മുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ കണ്ടേക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേജുകൾ വരുമ്പോൾ ആദ്യത്തെ സ്റ്റേജിലൊക്കെ നമ്മൾ മരുന്നുകൊണ്ട് നോക്കും, പിന്നീട് സ്വാഭാവികമായിട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറയും ഈ പേഷ്യൻസിനെ. അഡ്മിറ്റഡ് ട്രീറ്റ്മെൻറ്റിലാണ് അതിന് നല്ല ഇഫക്റ്റ് കിട്ടിയിരിക്കുന്നത്. എന്നിരുന്നാലും ഇതിൻ്റെ പ്രൈമറി സ്റ്റേജിൽ നമുക്ക് ഔഷധങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഗുഗുലുതിക്തം കഷായം, ചില കേസിൽ മഹാരാഷ്ട്രതി കഷായം കൊടുക്കും, ബലാരിഷ്ടം കൊടുക്കും, പോത്തിന്ദ്രാവകം കൊടുക്കാം. പിന്നെ ഒരു CQA എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി മെഡിസിൻ ഉണ്ട്, ബൊക്കോമ, അതിന് നല്ലതാണ്. പിന്നെ ശരിക്കും ആയുർവേദത്തിൽ പറയണത് തിക്തരസങ്ങൾ, കയ്പ്പ് രസങ്ങളുള്ള ഔഷധങ്ങളിട്ട് കാച്ചിയ പാൽ കഷായം, അതാണ് ഇതിൻ്റെ ഒരു നല്ലൊരു ഔഷധമായിട്ട് ഇതിന് പറയുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും പറയണത് വാതകോപമാണ് ഇതിന് പറയണത്. അസ്ഥിയിലാണ്, വായു സ്ഥിതി ചെയ്യുന്നത് അസ്ഥിയിലാണ്, അസ്തനോ വായു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വാതരോഗമായിട്ടാണ് ഇതിനെ നമ്മൾ അസ്ഥിക്ഷയത്തെ ആയുർവേദത്തിൽ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ നമ്മൾ വാദത്തെ ശമിപ്പിക്കുന്ന ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റാണ് ഇതിന് കൂടുതൽ ഉപയുക്തമായിട്ട് വരുന്നത്. അതുകൊണ്ട് പറഞ്ഞത് ഇത് മഹാരാഷ്ട്രതി കഷായം, ബലാരിഷ്ടം, കുറുന്തൂട്ടി ചേർന്ന പ്രോഡക്റ്റ്സൊക്കെ ഇതിന് ഒത്തിരി നല്ലതാണ്. പിന്നെ ഇതിനൊരു ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് പറയുന്നതാണ് ചങ്ങലം വരണ്ട. നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെ വള്ളി പോലെ, പാമ്പിൻ്റെ അതുപോലെ ഇങ്ങനെ പടർന്നു കയറുന്ന ഒരു സാധനമാണ് ചെങ്കലം വരണ്ട. അപ്പോൾ ഈ ചെങ്കലം വരണ്ടയുടെ സൂപ്പ് ഇതിന് വളരെ യുക്തമായിട്ടുള്ളതാണ്. ഈ ബൊക്കോമയിലും CQAയിലും ഒക്കെ ചേരുന്നത് ഈ ചെങ്കലം വരണ്ടയുടെ അതിൻ്റെ എക്സ്ട്രാക്റ്റാണ്. അപ്പോൾ ചെങ്കലം വരണ്ട അതിന് ഡ്രഗ് ഓഫ് ചോയ്സാണ്. അസ്ഥി ശൃംഖല എന്നാണ് ഇതിൻ്റെ സംസ്കൃത പേര്, അസ്ഥി ശൃംഖല. അതായത് അസ്ഥിക്ക് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഔഷധമാണ് ഈ നമ്മുടെ ചങ്കലം വരണ്ട. അപ്പോൾ ചങ്കലം വരണ്ട ചേർന്നിട്ടുള്ള കോമ്പണൻസാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി നമ്മൾ അഡ്മിറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെന്ന് വയ്ക്കുക, ഈ കേസുകളിൽ നമ്മൾ മാംസകിഴി കൊടുത്തേ പറ്റൂ. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ കേതകി മൂലാദി തൈലം, അതുപോലെ തന്നെ വേദന ഉണ്ടെങ്കിൽ കർപ്പൂരാദി തൈലം, അതുപോലെ ശോഷിപ്പൊക്കെ ഉണ്ടെങ്കിൽ ആഷതൈലം, ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ മസാജ് കൊടുക്കുന്നു. കളരി മസാജ് കൊടുക്കാം, അല്ലെങ്കിൽ ഓയിൽ മസാജ്, സാധാരണ മസാജ് കൊടുക്കാം. പിന്നെ സ്റ്റീം ബാത്ത്, സ്നേഹന സ്വേദനം, എല്ലാ വാതരോഗങ്ങൾക്കും ഉപക്രമം അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് പറയുന്നത് സ്നേഹന സ്വേദനമാണ്. അപ്പോൾ അതിന് ഓയിൽ മസാജും പിന്നെ സ്റ്റീം ബാത്ത് ഒത്തിരി ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. പിന്നെ ഇലക്കിഴി ഇതിന് വളരെ നല്ലൊരു പഞ്ചകർമ്മ ചികിത്സയാണ്, ഒരു പൂർവ്വകർമ്മമാണ്. ഇലക്കിഴി കൊടുക്കാം. പിന്നെ ക്ഷീരവസ്തി, പാല് ചേർത്തിട്ട് സംസ്കരിച്ച വസ്തികൾ, ക്ഷീരവസ്തി ഇതിന് ഇഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് മാംസക്കിഴിയാണ് വളരെ ഇഫക്റ്റീവായിട്ട് കണ്ടിരിക്കുന്നത്. അതായത് ആട്ടുമാംസം ചേർത്ത് നവര, കുറുന്തൂട്ടി ഇതൊക്കെ ചേർത്തിട്ട് പാലൊക്കെ ചേർത്തിട്ട് നമ്മൾ കൊടുക്കുന്ന സംസ്കരിച്ച് കൊടുക്കുന്നതായിട്ടുള്ള കിഴിയാണ് മാംസക്കിഴി എന്ന് പറയുന്നത്. അപ്പോൾ മാംസക്കിഴി ഇതിന് ഒരു പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതും ഒത്തിരി ഇഫക്റ്റീവാണ് ഇതിന്. പിന്നെ നമ്മൾ ഇതാണ് പ്രധാനപ്പെട്ട ഇതിൻ്റെ ചികിത്സാ രീതികൾ.
പിന്നെ നമ്മൾ നേരത്തെ കോസസും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അസ്ഥി ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു, ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു. പിന്നെ നമ്മൾ പഥ്യാപഥ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആഹാരക്രമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് കാൽസ്യം അടങ്ങിയ ആഹാരങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്. നമ്മൾ പറഞ്ഞു ഇലക്കറികൾ, പിന്നെ പാലുൽപ്പന്നങ്ങൾ. ഡെയിലി ഒരു ഗ്ലാസ് 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ എല്ലാ ദിവസവും ഒരു ഗ്ലാസ് പാലൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ പാല്, മുട്ടയുടെ വെള്ള. പിന്നെ ഞാൻ സാധാരണ പറയാറുള്ളതാണ് നല്ല കൊളസ്ട്രോൾ ഉള്ള നല്ല പ്രോട്ടീൻ ഉള്ളതാണ് ബദാം, ഈത്തപ്പഴം. അതിൽ കാൽസ്യം നന്നായിട്ടുണ്ട്, ബദാമിലുണ്ട് കാൽസ്യം നന്നായിട്ടുണ്ട്. പിന്നെ ഈ ചങ്ങനം പരണ്ട എന്ന് പറഞ്ഞ സാധനം ഇത്തിരി ബീൻസൊക്കെ ചേർത്തിട്ട് ക്യാരറ്റൊക്കെ ഇട്ടിട്ട് അത് സൂപ്പ് ഉണ്ടാക്കി കുടിക്കുന്നത്, അത് ചട്നിയായിട്ട് ഉപയോഗിക്കും ചിലർ. ചില സ്ഥലങ്ങളിൽ ഈ ചങ്ങലം പരണ്ട അതിൻ്റെ അരുമുരുമൊക്കെ കളഞ്ഞിട്ട് അത് അത്യാവശ്യം ഇത് പുളി ചെറിയ എന്തെങ്കിലും പുളിയൊക്കെ ചേർത്ത് നാളികേരോ ഇഞ്ചിയൊക്കെ ചേർത്ത് ചട്നിയായിട്ട് ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ പാലുൽപ്പന്നങ്ങളും കാൽസ്യം അടങ്ങിയ. പിന്നെ വൈറ്റമിൻ ഡി, അത് വളരെ പ്രധാനപ്പെട്ടതാണ് വൈറ്റമിൻ ഡി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉപ്പിൻ്റെ പ്രയോഗം കുറയ്ക്കണം. കാൽസ്യം അബ്സോർപ്ഷൻ കുറയ്ക്കുന്നതാണ് ഉപ്പ്. അപ്പോൾ ഉപ്പിൻ്റെ ഉപയോഗം നന്നായിട്ട് നമ്മൾ കുറയ്ക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡെയിലി എക്സർസൈസുകളാണ്. ഡെയിലി റെഗുലർ എക്സർസൈസ്, സൂര്യപ്രകാശം കൊള്ളണം, അത് വൈറ്റമിൻ ഡീനെ ഉണ്ടാക്കുന്നതാണ്. ചെറിയൊരു വെയിലൊക്കെ ഉണ്ട്, പോക്ക് വെയിൽ പൊന്നുപോലെ ആവുമെന്നാണ് പറയുന്നത്. നമ്മൾ 5 മണിക്ക് 4:30 ശേഷമുള്ള പോക്ക് വെയിൽ, സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടിയുള്ള വെയിൽ ഒത്തിരി നല്ലതാണെന്നാണ് പറയുന്നത്. നമ്മൾ സ്വർണം പോലെ ആവുമെന്നൊക്കെയാണ് പറയുന്നത് പോക്ക് വെയിൽ. പിന്നെ നമ്മൾ ഇപ്പോൾ പറയുന്ന ഇതുകൾ ശരിക്ക് 8 മണിക്കും അതിരാവിലത്തെയുള്ള വെയിൽ 8 മണിക്കും 11 മണിക്ക് ഇടയിലുള്ള വെയിൽ വളരെ നല്ലതാണെന്ന് പറയുന്നത്. ഒരു 15 മിനിറ്റൊക്കെ കൊള്ളുന്നത്. നമ്മൾ ഫോറിനേഴ്സൊക്കെ കണ്ടിട്ടില്ലേ സൺബാത്ത്, അവർ ഇങ്ങനെ സീഷോറിലൊക്കെ നമ്മളിങ്ങനെ ഒരു മിനിമം ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവരിങ്ങനെ സീഷോറിലൊക്കെ അവർ ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് സൺലൈറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത് സൺലൈറ്റ് ഒരു തെറാപ്പി ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ ഓസ്റ്റിയോപൊറോസിസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഡോക്ടർ, സ്ത്രീകളിൽ കൂടുതലായി അസ്ഥിക്ഷയം കാണുവാൻ കാരണമെന്താണ്? സ്ത്രീകളിൽ അസ്ഥിക്ഷയം കൂടുതൽ കാണാൻ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതായത് ആർത്തവ വിരാമത്തോടു കൂടി കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കുറയും. കാരണം ഈസ്ട്രജനാണ് കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷനെ സഹായിക്കുന്ന ഒരു സ്ത്രീ ഹോർമോൺ. അത് കുറയുന്നതോടുകൂടി കാൽസ്യത്തിൻ്റെ ആഗിരണം കുറയും. കാൽസ്യത്തിൻ്റെ ആഗിരണം കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അസ്ഥികൾക്ക് ബലം കുറഞ്ഞു, അതിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞു, സാന്ദ്രത കുറഞ്ഞു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്രമത്തിൽ ഓസ്റ്റിയോപൊറോസിസിലേക്ക് അത് നയിക്കാനും ഓസ്റ്റിയോപീനിയ ദെൻ ഓസ്റ്റിയോപൊറോസിസ്. പക്ഷേ ഇതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ പ്രിവെൻഷനായിട്ട് PMS പോസ്റ്റ് മെനോപോസൽ സിൻഡ്രോം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ആഹാരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട്, അതിനെ പരിഹരിക്കാനായിട്ട് നമ്മൾ കഴിച്ചു തുടങ്ങണമെന്ന് പറയാനായിട്ടുള്ള കാരണം. BMD എന്നാൽ എന്താണ് സിസ്റ്റർ? ബോൺ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റ്. BMD ബോൺ മിനറൽ ഡെൻസിറ്റി, അതായത് ബോണിൻ്റെ, അതായത് അസ്ഥിയുടെ സാന്ദ്രത ടെസ്റ്റ് ചെയ്യുന്ന, ഡെൻസിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ്. അത് അറിയുന്നത് എത്രത്തോളം സാന്ദ്രതയുണ്ട്, എത്രത്തോളം എല്ലിന് ഹെൽത്തി ആണ് എല്ല് എന്നറിയാനായിട്ടുള്ള ഒരു ടെസ്റ്റിൻ്റെ പേരാണ് BMD ടെസ്റ്റ്. ഈ രോഗം വരാതിരിക്കുവാൻ എന്ത് ആഹാര രീതിയാണ് നമ്മൾ പിന്തുടരേണ്ടത്? അസ്ഥിക്ഷയത്തിന് ഉത്തമമായിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഒന്നുകൂടിയും പറയുകയാണ്. അതിൻ്റെ ഫൈബർ, കാൽസ്യം അടങ്ങിയ ആഹാരങ്ങൾ, പാലുൽപ്പന്നങ്ങൾ, ഫോർ എക്സാമ്പിൾ എല്ലാത്തരം ഇലക്കറികൾ, ബദാം, അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു ഗ്ലാസ് പാൽ കുടിക്കുക, പിന്നെ ഈത്തപ്പഴം കഴിക്കുക, ഇതൊക്കെയാണ്. പിന്നെ മുട്ടയുടെ വെള്ള, മുന്തിരിങ്ങ, അതുപോലെ തന്നെ ചെറിയ മത്സ്യങ്ങൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ആഹാരങ്ങൾ, ഈ ചങ്ങലം പരണ്ട ചേർന്ന സൂപ്പുകൾ ഇതിന് ഒത്തിരി ഉപയുക്തമാണ്. അത് ചട്നിയായിട്ടും ഉപയോഗിക്കുന്നവരുണ്ട്. ഈ രോഗം മൂലം എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സാണ് ഉണ്ടാകുക? ഇതിൻ്റെ റിസ്ക് ഫാക്ടറായിട്ട് പറയുന്നത് മദ്യപാനം, പുകവലിയും ഇതിൻ്റെ റിസ്ക് ഫാക്ടറാണ്. അങ്ങനെയുള്ളവർക്ക് ഈ ഓസ്റ്റിയോപൊറോസിസ് വേഗം കയറി പിടിക്കും. പിന്നെ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിലും ഉള്ളവർക്ക് ഇത് പെട്ടെന്ന് ഓസ്റ്റിയോപൊറോസിസ് വരാൻ സാധ്യതയുണ്ട്. കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് ഓസ്റ്റിയോപൊറോസിസ് വരാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കോർട്ടിസോൺ ഗുളികകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഈ രോഗം വരാൻ സാധ്യതയുണ്ട്.
പിന്നെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഡിസീസസ്, അതായത് വയറ് സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർക്കും ഇതിൻ്റെ ഈ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ ആഗിരണം കുറയുമല്ലോ, അപ്പോൾ അതിനാൽ തന്നെ വയറ് സംബന്ധമായ അസുഖമുള്ളവർക്ക് ഈ ഓസ്റ്റിയോപൊറോസിസ് വരാനായിട്ട് നല്ല സാധ്യതകളുണ്ട്. ഈ രോഗം മൂലമുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഈ രോഗത്തിൻ്റെ മെയിനായിട്ടുള്ള കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എളുപ്പം എല്ലുകൾ പൊട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരാനായിട്ടുള്ള സാധ്യത, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് പ്രധാനമായിട്ടും വരുന്നത്. ജനറ്റിക് റീസൺ, ജനിതക കാരണം, പാരമ്പര്യം, അതോടൊപ്പം തന്നെ സ്ത്രീകളിൽ മെനോപോസ് കഴിഞ്ഞ് ഉണ്ടാവും. പ്രത്യേകിച്ച് ഹിസ്റ്ററക്ടമി കഴിഞ്ഞ സ്ത്രീകളിൽ നമ്മുടെ യൂട്രസും ഓവറിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈസ്ട്രോജൻ്റെ പ്രൊഡക്ഷൻ കുറയും. അങ്ങനെയുള്ളവർക്ക് ഈ അസ്ഥികളുടെ ആരോഗ്യത്തെ അത് സാരമായി ബാധിക്കും. പുകവലി, മദ്യപാനം അതൊക്കെ ഉള്ളവർക്കും അസ്ഥി ആരോഗ്യത്തെ ബാധിക്കുന്നു. പിന്നെ തടി വളരെ ശോഷിച്ചിരിക്കുന്നവർക്ക് അസ്ഥിയുടെ ആരോഗ്യം പൊതുവെ കുറവാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതും അസ്ഥി ആരോഗ്യത്തെ പ്രധാനമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇതിലൊക്കെ പ്രധാനം വ്യായാമം ഒരു പ്രധാന കാര്യം. ഡെയിലി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വ്യായാമം, വെയിൽ കൊള്ളൽ അസ്ഥിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന മറ്റൊരു ഘടകമാണ്. ഈ രോഗം വരാതിരിക്കുവാൻ എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത്? നമ്മൾ ഇതിൻ്റെ അപത്യാപത്യങ്ങൾ പറഞ്ഞല്ലോ, പഥ്യങ്ങൾ, അതായത് വെയിൽ കൊള്ളുക, എക്സർസൈസ് ചെയ്യുക, വരാതിരിക്കാൻ പാലുൽപ്പന്നങ്ങൾ, കാൽസ്യം അടങ്ങിയ ആഹാരം കഴിക്കുക, അതുപോലെ തന്നെ യോഗ, പിന്നെ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ശാന്തമായ മനസ്സ് ശാന്തമാക്കിയിട്ടുള്ള ഒരു സ്പിരിച്വൽ ലൈഫ് ഇതിന് സഹായിക്കും. കാരണം നമ്മൾ അറിയാം, ഒരു 70 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാർക്കാണ് സാധാരണ, അല്ലെങ്കിൽ 60 വയസ്സ് കൂട്ടിക്കോ, 60 വയസ്സ് കഴിഞ്ഞാൽ എന്തായാലും ഓസ്റ്റിയോപൊറോസിസിൻ്റെ ചെറിയ ആരംഭമൊക്കെ തുടങ്ങും. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഡിക്ലൈനിങ് ഏജിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ചെറുപ്പത്തിൽ ആർജിക്കാത്തത് പ്രായത്തിൽ വരില്ല എന്ന് പറയുന്നത്. എന്നിരുന്നാലും നമ്മൾ കുറച്ചും കൂടിയും ഒരു ആത്മീയ തലത്തിലേക്ക് നമ്മൾ ചിന്തിക്കണം, നമ്മൾ കുറച്ചും കൂടി പ്രാർത്ഥിക്കണം, മനസ്സ് ശാന്താക്കണം, ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ, റീഡിങ് ഗുഡ് ബുക്സ്, കുറച്ചുകൂടി സ്പിരിച്വൽ ബുക്സുകൾ നമ്മൾ വായിക്കണം, നല്ല സൗഹൃദ ബന്ധങ്ങൾ നമുക്കുണ്ടാവണം, പിന്നെ കുറച്ച് ഷെയറിങ്ങിന് നമുക്ക് നല്ല ആൾക്കാരുണ്ടാവണം, അഡ്വൈസ് സ്വീകരിക്കാനായിട്ട് ആൾക്കാരുണ്ടാവണം, ആ പ്രായത്തിലുണ്ടാകാവുന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തിനൊക്കെ ആയിട്ട്. ഇതൊക്കെയാണ് നമ്മൾ പ്രിവെൻഷനായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ. ഈ എപ്പിസോഡിൽ നമ്മൾ അസ്ഥിക്ഷയത്തെക്കുറിച്ചും അസ്ഥി ആരോഗ്യത്തെക്കുറിച്ചും അല്പം വിശദമായിട്ട് പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ ലക്ഷണങ്ങൾ, അസ്ഥിക്ഷയം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്, അതിൻ്റെ ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ റിസ്ക് ഫാക്ടർ, അതിൻ്റെ കോംപ്ലിക്കേഷൻ, അതിൻ്റെ പ്രിവെൻഷൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ എന്നെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങൾക്ക് ആയുരാരോഗ്യങ്ങൾ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും നല്ലൊരു ഹോളിസ്റ്റിക് ഹെൽത്ത്, ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ മാനസികാരോഗ്യം, ആത്മീയാരോഗ്യം, ശാരീരികാരോഗ്യം, ഇത് മൂന്നും ബാലൻസ്ഡായിട്ട് നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അതിനെ ശ്രദ്ധിക്കുന്ന ആൾക്കാർക്കാണ് ഒരു സമഗ്രമായ ആരോഗ്യത്തിലേക്ക്, ഹോളിസ്റ്റിക് ഹെൽത്ത് എന്ന് പറയുന്നത് ഹെൽത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ആയുർ സൗഖ്യത്തിൽ വരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കുമായി ബന്ധപ്പെടുക 9188303000.